സാമൂഹ്യ ജീവിതത്തിൽ വിശ്വാസമുണ്ടല്ലോ. ഇപ്പോൾ എൻ്റെ കുടുംബജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ കുടുംബത്തിൽ ഒരു ആരാധനാലയമുണ്ട്. തറവാട് ിലെ ഒരു ആരാധനാലയം. അത് മടപ്പര എന്നാണ് അറിയപ്പെടുന്നത്. മുത്തപ്പൻ്റെ മടപ്പര. മടയൻ്റെ പുരയാണല്ലോ മടപ്പര എന്ന് പറയുന്നത്. അപ്പോൾ അത് പരമ്പരാഗതമായിട്ട് ഞങ്ങൾ ചെയ്യേണ്ട കർമ്മങ്ങളുണ്ട് അവിടെ ഈ മുത്തപ്പൻ്റെ കൂടെ. അതായത് അന്ന് പറയാം മുതക്കലശം എന്ന് പറയും. അതായത് കലശം കൊണ്ടുപോവുക. അപ്പോൾ മുത്തപ്പന് കലശം സമർപ്പിക്കുന്നതിൽ ഈ തറവാട്ടിലെ ഇളയ ആള് അത് നിർവഹിക്കണം. ആ കീഴ്വഴക്കമനുസരിച്ച് നമ്മളൊക്കെ ആരാധനാലയ നടത്തിപ്പിൽ, അതായത് ഈ കാവ് മടപ്പര അതിൻ്റെ നടത്തിപ്പിലൊക്കെ പങ്കുവഹിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അന്നേരത്തെ വിശ്വാസം നമ്മുടെ ജീവിതത്തിലുണ്ടല്ലോ. നമ്മളിപ്പോൾ ചെറുപ്പത്തിൽ നമുക്ക് പനി വരുന്നു, കുട്ടികൾക്ക് എന്തെങ്കിലും അസുഖം വരുന്നു, അന്നേരത്ത് അവിടെ ഈ ജപിച്ചൂതുക എന്ന് പറയും. അപ്പോൾ അതിങ്ങനെ ജപിച്ചൂതുന്ന ഒരാൾ നമ്മുടെ വീട്ടിനടുത്തുണ്ടായിരുന്നു. അവർ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരാണ്. അപ്പോൾ അവരാണ് ഈ കുട്ടികൾക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ ആദ്യം മരുന്ന് കൊടുക്കുന്നതിന് പകരം ആദ്യം ജപിച്ചൂതുക ചെയ്യുക. അപ്പോൾ കുരുമുളക് ജപിച്ചൂതുക. അപ്പം ഇങ്ങനെ ചെറുപ്പത്തിൽ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ വിശ്വാസം ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ടല്ലോ. അപ്പോൾ കുറെ കൂടി മുതിർന്ന അവസരത്തിൽ അത്തരം വിശ്വാസികളിൽ നിന്നൊക്കെ മറികടന്നു. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ, കുടുംബജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും അതുണ്ട്.